Modern Literary Theory, Poststructuralism and Deconstruction, recording part 4. Normally, text, if you go through this text, you can understand പല പാർട്ടുകളായിട്ടാണ് ഈ എസ്സേ ഉള്ളത്. അതായത് ഇപ്പം വരെ ഈ ഒരു ഓഡിയോ വരെയും പറയുന്ന കാര്യങ്ങൾ പോസ്റ്റ് സ്ട്രക്ചറലിസം ആൻഡ് ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ അണ്ടറിലാണ് വരിക. രണ്ടാമത്തെ സെറ്റ്, അതായത് ഡാർക്കൻഡ് ഫോം നമുക്ക് ബിഗിനിങ് തിയറി ടെക്സ്റ്റിൽ കാണാൻ പറ്റും. പോസ്റ്റ് സ്ട്രക്ചറലിസം ലൈഫ് ഓൺ എ ഡീസെൻറ്റേർഡ് പ്ലാനറ്റ് എന്നുള്ളതാണ് തേർഡ് കാറ്റഗറി, ഇത് സെക്കൻഡ് ആയിട്ടുള്ള ടൈറ്റിൽ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ ടോപ്പിക്സ്. പിന്നെ ഇനി തേർഡ് ടൈറ്റിൽ എന്ന് പറയുന്നത് സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സം പ്രാക്ടിക്കൽ ഡിഫറൻസസ് എന്നുള്ളതായിരിക്കും. പിന്നെയാണ് നമുക്ക് ഏത് തിയറി റിഗാർഡിങ്ങും ഉള്ള ഒരു കോമൺ പാർട്ട് ബിഗിനിങ് തിയറിയിൽ കാണാൻ പറ്റും. അത് വാട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ക്രിറ്റിക്സ് ഡു എന്നുള്ളതായിരിക്കും. Then we will go for example, practical example with some selected words. ഇങ്ങനെയാണ് സെലക്ട് വേർഡ്സിലുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടി ആകുമ്പോഴാണ് ഈ പറയുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റഡ് ആകുന്നത്. അപ്പം ഇപ്പോഴും ഈ 4 ഓഡിയോസിലും പറയുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസം ഡീകൺസ്ട്രക്ഷൻ്റെ കോമൺ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. ഇനിയിപ്പം ചെറിയൊരു പാർട്ടാണ് ഇതിൽ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ളൂ. അതിൽ ഒന്ന്, പോസ്റ്റ് സ്ട്രക്ചറലിസം ടെൽസ് റിയാലിറ്റി ഇറ്റ് സെൽഫ് ഈസ് ടെക്സ്ച്വൽ. അതാണ് അടുത്ത ആർഗ്യുമെൻറ്റ് പോയിൻറ്റ്. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞത്, തേർഡ് ഓഡിയോയിൽ വരെ പറഞ്ഞത് ആറ്റിറ്റ്യൂഡ് ടു ലാംഗ്വേജ് ആയിരുന്നു. അതായത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആറ്റിറ്റ്യൂഡ് ടു ലാംഗ്വേജ്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്, ലാംഗ്വേജിനോടുള്ള ഇവരുടെ സ്റ്റാൻഡ് എന്താണ്. ഇനി പറയുന്നത് റിയാലിറ്റി ഇറ്റ് സെൽഫ് ഈസ് ടെക്സ്ച്വൽ എന്ന് പറയുന്നൊരു പർട്ടിക്കുലർ പാർട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ടെർമിനൽ ആൻസൈറ്റീസ് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് അച്ചീവിങ് എനി നോളജ് ത്രൂ ലാംഗ്വേജ്. ഇതാണ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ലാംഗ്വേജിനോട് ഇവർക്കുള്ള ഒരു തരം, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ആ ഒരു ഒതൻറ്റിസിറ്റി അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നിടത്ത് പിന്നെന്താണ് ദ മേജർ ആഫ്റ്റർ ഇഫക്റ്റ് ഈസ് ടെർമിനൽ ആൻസൈറ്റി. അതായത് ഒരു ലാംഗ്വേജിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സെർട്ടൈൻ നോളജ് അച്ചീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ എന്നുള്ള ഒരു ആൻസൈറ്റി തന്നെയാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് വെർബൽ സൈൻ ഈസ് ഫ്ലോട്ടിംഗ് ഫ്രീ ഓഫ് ദി കോൺസെപ്റ്റ് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ഡെസിഗ്നേറ്റ് എന്നാണ്. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അതായത് വെർബൽ സൈൻ എന്ന് പറയുമ്പോൾ ഇതുവരെയും എന്താണ്, ഒരു പർട്ടിക്കുലർ സൈൻ, അതിന് ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു കോൺസെപ്റ്റ് തരാൻ പറ്റും. ഇവിടെ ഇപ്പോഴെന്താണ് ഇവർ കണ്ടുപിടിക്കുന്നത്, ഡീകൺസ്ട്രക്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് ഫ്രീ ഓഫ് ദി കോൺസെപ്റ്റ് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ഡെസിഗ്നേറ്റ്. നമ്മളൊരു സൈൻ യൂസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കുറേ സൈൻസ് യൂസ് ചെയ്തുകൊണ്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം വി എക്സ്പെക്ട് ദാറ്റ് മൈ ഐഡിയ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ഓർ മൈ ഐഡിയ വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് അറ്റ്ലീസ്റ്റ്. ഇങ്ങനെയായിരിക്കും എടുക്കുക, മറ്റുള്ളവർ അതിങ്ങനെയാണ് അസ്യൂം ചെയ്യുക. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇന്ന് അതിനുള്ള പോസിബിലിറ്റി എവിടെയാണ് ഇല്ലാതാവുന്നത്? ബിക്കോസ് വെർബൽ സൈൻ ഈസ് ഫ്ലോട്ടിംഗ് ഫ്രീ ഓഫ് ദി കോൺസെപ്റ്റ് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു ഡെസിഗ്നേറ്റ്. അവിടെ ആർക്കും ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. അത് സപ്പോസ്ഡ് ടു ഡെസിഗ്നേറ്റ് ആണ്. അത് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കണം, ഈ സൈൻ ഇന്നത് തന്നെ മീൻ ചെയ്തിരിക്കണം, നമുക്ക് ആർക്കും നിർബന്ധം പറയാൻ പറ്റില്ല. ഒരു കാലഘട്ടം വരെ നമ്മളത് വിശ്വസിച്ചിരുന്നു. But with the deconstruction they began to tease out, or they began to talk about the impossibility of such inflexible nature of a sign. That is flexible ആണ്. ഇന്ന് സൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫ്ലോട്ടിംഗ് ഫ്രീ. പിന്നെ വരുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസം ലാംഗ്വേജ് ഇൻവോൾവ്സ് എ റാദർ ഒബ്സസീവ് ഇമേജറി ബേസ്ഡ് ഓൺ ലിക്വിഡ് സൈൻസ് ഫ്ലോട്ടിംഗ് ഫ്രീ ഓഫ് വാട്ട് ദേ ഡെസിഗ്നേറ്റ്. അപ്പോൾ ഡീകൺസ്ട്രക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ എവിടെയും നമുക്കിങ്ങനെയുള്ള കുറേ മെറ്റഫോറിക്കൽ റെപ്രസെൻറ്റേഷൻസ് കാണാൻ പറ്റും. അത് ലിക്വിഡ് സൈൻസ് ഫ്ലോട്ടിംഗ് ഫ്രീ ഓഫ് വാട്ട് ദേ ഡെസിഗ്നേറ്റ്. ലിക്വിഡിൻ്റെ നേച്ചർ നമ്മൾക്കറിയാം, സോളിഡ് അല്ല. ലിക്വിഡ് ആകുമ്പോൾ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്മൂത്ത് ഫ്ലോട്ടിംഗ് നേച്ചറാണ് ഉണ്ടാവുക എന്നറിയാം. കുറച്ചും കൂടി ഫ്രീഡം ഓഫ് അതിൻ്റെ ഒരു ഫ്രീഡം ഓഫ് ഫ്ലോ ആൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ഇതാണ് ഇവർ പറയുന്നത്. മീനിങ്സ് ആർ നൗ ഫ്ലൂയിഡ്. നൗ എന്നല്ല, പണ്ടേ ആണ്, പക്ഷെ നമ്മളത് റിയലൈസ് ചെയ്തത് ഓൺലി ആഫ്റ്റർ പോസ്റ്റ് സ്ട്രക്ചറലിസം കെയിം ഇൻ ടു ബീയിങ്. ദെൻ സബ്ജക്റ്റ് ടു കോൺസ്റ്റൻറ്റ് സ്ലിപ്പേജ് ഓർ സ്പില്ലേജ്. വി ആർ നോട്ട് ഫുള്ളി ഇൻ കൺട്രോൾ ഓഫ് ദി മീഡിയം ഓഫ് ലാംഗ്വേജ്. ഇതാണ് അവർ മെയിനായിട്ട് ഇനി പറയുന്നത്. അതായത് സബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് സ്ലിപ്പേജ് ഓർ സ്പില്ലേജ്. എപ്പോഴും വേണമെങ്കിൽ സ്ലിപ്പ് ഓഫ് ടങ് എല്ലാം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ പറയുന്നതിൽ ചിലപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വേർഡ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുക. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒന്നുമില്ല, ഏത് ലാംഗ്വേജിലും ഇതെല്ലാം പോസിബിളാണ്. ഇങ്ങനെയുള്ള വി ആർ നോട്ട്
ഫുള്ളി ഇൻ കൺട്രോൾ ഓഫ് ദി മീഡിയം ഓഫ് ലാംഗ്വേജ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ മീഡിയം പോലും നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ ഇല്ല. മീനിങ്സ് കനോട്ട് ബി പ്ലാന്റഡ് ഇൻ സെറ്റ് പ്ലേസസ്, ദേ ക്യാൻ ബി റാൻഡംലി സ്കാറ്റേർഡ് ഓർ ഡിസമിനേറ്റഡ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ നെല്ല് വിതറുമ്പോൾ എന്താണ്, നമ്മളിങ്ങനെ റാൻഡമായിട്ട് എറിയുന്നൊരവസ്ഥയാണ്. നമുക്ക് തേങ്ങ എടുത്തിട്ട് അങ്ങനെ എറിയാൻ പറ്റില്ല. ഈ പ്ലാന്റ് ഇൻ സെറ്റ് പ്ലേസസ് നമുക്കറിയാം എങ്ങനെയാണ് നമ്മളൊരു തെങ്ങ് നടുന്നത്, എങ്ങനെയാണ് ഡിഫറൻസസ് നമുക്കറിയാം. അതേസമയം ഒരു പാഡി ഫീൽഡിൽ എങ്ങനെയാണ് നമ്മൾ ആ ഗ്രെയിൻസ് എറിഞ്ഞിട്ട് അതിൻ്റെ വിത്തുകൾ എറിഞ്ഞിട്ട് വരും. അപ്പോൾ അതുപോലത്തെ റാൻഡമാണ് ഈ പറയുന്ന മീനിങ്സ് മുഴുവൻ. നമുക്ക് ഒരിക്കലും അതിനെ ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പം വിചാരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന മീനിങ് ഇങ്ങനെയാണ് വരിക, ബട്ട് ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫൺ ഇംപോസിബിൾ. അപ്പം ഇതും കാണിക്കാൻ വേണ്ടിയാണ് വേറൊരു എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും. ലെറ്റർ, ഐ മെയ്ഡ് വൺ സ്റ്റുഡൻറ്റ് റൈറ്റ് ഡൗൺ എ ലെറ്റർ. അപ്പം ദർ ഈസ് എ ലെറ്റർ. ആ ലെറ്റർ ഞാൻ വാങ്ങിയിട്ട് ടേബിളുമ്മിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് ദർ ഈസ് എ ലെറ്റർ ഓൺ ദി ടേബിൾ. അതേസമയം പേപ്പറിനെ കട്ട് ചെയ്തിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ലെറ്ററിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ ലെറ്ററിനെ അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പം നമ്മളത് എഴുതി കാണിക്കുമ്പം ദർ ഈസ് എ ലെറ്റർ ഓൺ ദി ടേബിൾ, ഒന്നിക്കൽ ദർ ഈസ് എ ലെറ്റർ ഓൺ ദി ടേബിൾ എന്ന് കാഷ്വലി സെൻറ്റൻസിൽ എഴുതി അതെന്തായാലും നമ്മൾ ഉദ്ദേശിക്കുക ഏതെങ്കിലും ഒരു എഴുത്ത് അവിടെ ഉണ്ട് എന്നാണ്. അതേസമയം ദർ ഈസ് എ ലെറ്റർ ഓൺ ദി ടേബിൾ എന്ന് എഴുതുമ്പം ഈ പറയുന്ന എ എന്ന് പറയുന്ന മുറിച്ചെടുത്ത ആ ഷേപ്പ്, ആ ലെറ്റർ, അല്ലെങ്കിൽ നമ്മളെടുത്ത് ഇപ്പം പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൗൾഡിലുള്ള എ ലെറ്ററിൻ്റെ ഫോർമാറ്റിലുള്ള സാധനം ഉണ്ടെങ്കിൽ അത് നമുക്കതിൽ എടുക്കാം. പക്ഷേ ഇതിലേതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ റൈറ്റിംഗ് ഇത് പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും. ബിക്കോസ് നമ്മൾ അടുത്തത് എഴുതുന്നത് വിത്തിൻ കോട്ട്സിലാണ്, ആ എ ക്യാപിറ്റലിലാണ് ദർ ഈസ് എ ലെറ്റർ ഓൺ ദി ടേബിൾ എന്ന് എഴുതുന്നത്. മറ്റേത് കാഷ്വലി സാധാരണ പോലെ എല്ലാം ആദ്യത്തെ ഇനീഷ്യൽ ദറിൻ്റെ ടി മാത്രം ക്യാപിറ്റലൈസ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ നമുക്കത് ഡൗട്ട് വരില്ല. ബട്ട് ഇൻ സ്പീച്ച് മോസ്റ്റ് ഓഫൺ വി കമ്മ്യൂണിക്കേറ്റ് ത്രൂ സ്പീച്ച്. അപ്പോൾ ഇത്രയും ഡിലേമ അല്ലെങ്കിൽ ഡൗട്ട്സും മീനിങ്സിൻ്റെ സ്ലിപ്പേജും എല്ലാം കോസ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും എവിടെയും ഏത് സ്പീച്ചിലും ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ പിന്നെ എന്താ പറയുക, സിമിലർ സൗണ്ട് വരുന്ന വേർഡ്സ്, സിമിലർ പ്രൊനൗൺസിയേഷൻ, ഈവൻ സിമിലർ സ്പെല്ലിങ്ങും എല്ലാം അങ്ങനത്തെ വേർഡ്സെല്ലാം നമുക്ക് അതെല്ലാം എത്രയോ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഒരുപാട് ഈ പറയുന്ന സ്ലിപ്പേജ് സ്പില്ലേജ് കോസ് ചെയ്യുന്നില്ലാണ്. അപ്പോൾ ഈ ലാംഗ്വേജ് എവിടെയാണ് റിലയബിൾ ആവുന്നത് എന്നാണ് ഇവർ ഇങ്ങനെയുള്ള എല്ലാ എക്സാമ്പിൾസിലൂടെയും കൂടി ചോദിക്കുന്നത്. അതിൽ പറയുന്നത് മച്ച് ഓഫ് ഇറ്റ് ലാൻഡ്സ് അൺപ്രഡിക്റ്റബ്ലി ഓർ ഡ്രിഫ്റ്റ്സ് ഇൻ ദ വിൻഡ്. ഇങ്ങനെയുള്ള മീനിങ്സ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് എറിയുന്ന ഒരവസ്ഥ മാത്രമേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്ത് പോയിട്ട് വീഴാം, ചിലപ്പം അതിൻ്റെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ചിലപ്പോൾ പാഡി ഫീൽഡിൻ്റെ അപ്പുറവും പോവാം. അപ്പോൾ ആ പോകുന്ന അവസ്ഥയാണ് ഡീകൺസ്ട്രക്ഷനിലെ ഓരോ ഇൻറ്റർപ്രിട്ടേഷനെന്ന്. ഇതാണ് മെറ്റഫോറിക്കലി ദേ ആർ ഗിവിങ് ദിയർ പോയിൻറ്റ്സ്, ദേ ആർ റെപ്രസെൻറ്റിങ് ദിയർ പോയിൻറ്റ്സ് ഫോർ ഷുവർ. ഇങ്ങനെയാണ് മെറ്റഫോറിക്കലാണ് ഇവർ മെയിനായിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്ന അവരുടെ ആർഗ്യുമെൻറ്റ് പോയിൻറ്റ്സ് ഈ ഡീകൺസ്ട്രക്ഷനിൽ വരുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറിസത്തിൽ വരുന്നത്. മീനിങ്സ് വേർഡ്സ് ക്യാൻ ഹാവ് നെവർ ബി 10% പ്യുവർ. അതാണ് അടുത്ത ആർഗ്യുമെൻറ്റിൽ പറയുന്നത്. മീനിങ്സ് വേർഡ്സ് ക്യാൻ ഹാവ് ക്യാൻ ബി 100% പ്യുവർ. ഒരു മീനിങ് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറഞ്ഞു നമുക്ക് അറിയുന്ന ഒരു മീനിങ് ആണ്. നമ്മളൊരു പർട്ടിക്കുലർ ടെക്സ്റ്റ് വായിക്കുമ്പം പെട്ടെന്ന് നമുക്കൊരു വേർഡിൻ്റെ മീനിങ് ഓൾറെഡി അറിയാം. അതിന് ചിലപ്പോൾ 3-4 വേറെ മീനിങ്സ് ഡിക്ഷണറിയിൽ ഓൾറെഡി തന്നിട്ടുണ്ടാകും. ബട്ട് വി നെവർ ഗോ ഇൻ സെർച്ച് ഓഫ് ദാറ്റ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻറ്റർപ്രിട്ടേഷൻസിൻ്റെ മറ്റുള്ള വിൻഡോസ് അവിടെ അടക്കുന്നത്. വി ആർ ക്ലോസിങ് ദാറ്റ് അതർ പോസിബിലിറ്റീസ്. അത് ചെയ്യാൻ പാടില്ല. വേറെയും അതർ സെൻറ്റേഴ്സ് ആർ ഓൾസോ പോസിബിൾ എന്നാണ് ഇവർ പറയുന്നത്. സോ വേർഡ്സ് ഓപ്പോസിറ്റ് നൈറ്റ് കനോട്ട് ബി സി വേർഡ്സ് ദേ ആർ മീനിങ്സ് എക്സിസ്റ്റിംഗ് ഇൻ ഓപ്പോസിഷൻ. ഇതിവർ പറയുന്ന വേറൊരു മീനിങ് റിലേറ്റ് ചെയ്തിട്ട് ഇവർ പറയുന്ന വേറൊരു പോസിബിലിറ്റിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിലേമ അല്ലെങ്കിൽ സൈൻ എങ്ങനെ ഫ്ലോട്ടിംഗ് ഫ്രീ ആവാം ഒന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നൈറ്റ് കനോട്ട് ബി ഡിഫൈൻഡ് വിത്തൗട്ട് റെഫറൻസ് ടു ഡേ, ഗുഡ് ഓർ ഇവിൾ. ഈ ബൈനറി ഒപ്പോസിഷൻസ് ഈ ഡീകൺസ്ട്രക്ഷൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് ലാംഗ്വേജാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നൈറ്റ് അവിടെ നൈറ്റിനെ പറ്റി നമുക്ക് അറിയുന്നത് കൊണ്ടാണ് ഡേ, അല്ലെങ്കിൽ ഡേനെ പറ്റി അറിയുന്നതുകൊണ്ടാണ് നൈറ്റ് എന്താണെന്ന് അറിയുന്നത്. നൈറ്റിനെ പറ്റി അറിയുന്നതുകൊണ്ട് ഡേ എന്താണ്. അപ്പോൾ എപ്പോഴും അത് ചിലത് ഈ പറയുന്ന ദേ ആർ മീനിങ്സ് എക്സിസ്റ്റ് ഇൻ പെയേഴ്സ്. അതാണ് ബൈനറി ഒപ്പോസിഷൻസ് എന്ന് പറയാം. അപ്പം ചോക്കും ഒരു ബുക്കും തമ്മിൽ നമുക്ക് ബൈനറി ഓപ്പോസിറ്റ് ഒന്നും പറയാം. എല്ലാ വേർഡ്സും ബൈനറി ഓപ്പോസിറ്റ്സ് ഒന്നുമല്ല. അപ്പം ചോക്ക് ബുക്ക്, അല്ലെങ്കിൽ റബ്ബർ ഇറേസർ ആൻഡ് ഇങ്ക് ബോട്ട് തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധമൊന്നും നമുക്ക് പറയാനില്ല.
ഇപ്പം അങ്ങനെയല്ല, പക്ഷെ ചില വേർഡ്സിൻ്റെ മീനിങ്സ് പോലും അതിൻ്റെ ജസ്റ്റ് ബൈനറി ഓപ്പോസിറ്റ്സ് വൈസ് ഹൈലി കണക്റ്റഡ് ആയിരിക്കും. അതായത് മറ്റതിൻ്റെ റെഫറൻസ് ഇല്ലാതെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് അത് പറയുന്നത്. പിന്നെ അതിൽ വേറൊന്ന് പറയുന്നത്, ലോങ് ഡോർമൻറ്റ് മെറ്റഫോറിക്കൽ ബേസിസ് ഓഫ് വേർഡ്സ് ആർ ഓഫൺ റീആക്ടിവേറ്റഡ് ബൈ ദിയർ യൂസ് ഇൻ ഫിലോസഫി ഓർ ലിറ്ററേച്ചർ. സോ കീനോട്ട് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറിസം ലിംഗ്വിസ്റ്റിക് ആങ്സൈറ്റി. ലോങ് ഡോർമൻറ്റ് മെറ്റഫോറിക്കൽ ബേസിസ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഡോർമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഹിഡൺ ആയിട്ടുള്ള ഉറങ്ങിക്കിടക്കുന്നതെന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പം ഇങ്ങനെയുള്ള ചില വേർഡ്സിൻ്റെ ചില മീനിങ്സ് നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്തത് സംടൈംസ് വി മേ ബി കമ്പൽഡ് ടു ബ്രിങ് ദം ടു ദി കോണ്ടെക്സ്റ്റ് ഓഫ് അവർ ഡിസ്കഷൻ ഓർ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് ടെക്സ്റ്റ്. ചില ടെക്സ്റ്റുകളുടെ ഇൻറ്റർപ്രിട്ടേഷന് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ആർക്കൈക്ക് വേർഡ്സ് പോലും ചിലപ്പം ഇൻറ്റർപ്രിട്ടേഷനിൽ നമ്മൾ ആർക്കൈക്ക് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലോസ്റ്റ് ആണ്, അതായത് അതിൻ്റെ യൂസേജ് ഇപ്പോൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഷേക്സ്പീരിയൻ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും ആർക്കൈക്ക്, ARCHAIC, ആർക്കൈക്ക് വേർഡ്സ് എന്ന് പറയും. അതായത് ദൗ, ദി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമുക്ക് മോഡേൺ ഇംഗ്ലീഷിൽ യു ആർ എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. നമ്മളിപ്പോഴൊരു കോൺവെർസേഷനിൽ ഒന്നും അത് യൂസ് ചെയ്യില്ല, ബട്ട് അതിന് എക്സിസ്റ്റിംഗ് മീനിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് സംടൈംസ് വി ടേക്ക് ദം ആൻഡ് വി യൂസ് ദം, അല്ലെങ്കിൽ മീനിങ് ഇൻറ്റർപ്രിട്ടേഷനെങ്കിലും എടുക്കും. ഇതേപോലെ എവിടെയാണോ മീനിങ്സ് ഉള്ളിലുള്ള ഹിഡൻ മീനിങ്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് എടുക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ലിംഗ്വിസ്റ്റിക് ആങ്സൈറ്റി. ഇനി ഈ ലാസ്റ്റ്, അതായത് ഡീകൺസ്ട്രക്ഷൻ പോസ്റ്റ് സ്ട്രക്ചറിസം എന്ന് പറയുന്ന കോമൺ റെഫറൻസിൽ അല്ലെങ്കിൽ കോമൺ ടൈറ്റിലിൽ നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്ന ഒരു പോയിന്റ് എയിം ഓർ പ്രൊജക്റ്റ് എന്നുള്ളതാണ്. എയിം എന്താണ്, സ്ട്രക്ചറലിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ എയിം എന്താണെന്ന് പറയാണ്ട് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൻ്റെ പറയാൻ പറ്റില്ല. അപ്പോൾ സ്ട്രക്ചറലിസത്തിൻ്റെ എന്താണ്, ക്വസ്റ്റ്യൻസ് അവർ വേ ഓഫ് സ്ട്രക്ചറിങ് ആൻഡ് കാറ്റഗറൈസിങ് റിയാലിറ്റി. എല്ലാം അവർക്ക് എന്ത് വേണം, നമ്മളെ സ്ട്രക്ചർ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് റിയാലിറ്റിയെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. ഒരു അസംബ്ലി ചിട്ടയോടെ കൂടിയാണ് നമ്മളെ മീനിങ്സിനെല്ലാം ഇവർ കൈകാര്യം ചെയ്യുന്നത്. പ്രോംപ്റ്റ്സ് us to break free of the habitual modes of perception or categorization, but it believes that we can thereby attain a more reliable view of things. അതായത് നമുക്കും ഒരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ടാവും എന്താണ്, ഒരു ഹാബിച്വൽ മോഡ്സ് ബ്രേക്ക് ചെയ്യാൻ. പക്ഷേ ഇവർ പറയുന്നത് ഇതിനെക്കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്രണ്ട്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത്. അതായത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, കുറേ ആൾക്കാരുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് നോ വൺ ഈസ് റിലയബിൾ എന്നുള്ള സിറ്റുവേഷൻ പോലെയാണ് പോസ്റ്റ് സ്ട്രക്ചറിസം എന്ന് പറഞ്ഞാൽ. ദേ ആർ ഹൈലി ഫോർ ദി ഒതൻറ്റിസിറ്റി ഓഫ് ലാംഗ്വേജ് വളരെ ഒതൻറ്റിക് ആണെന്ന് പറയുന്നിടത്ത് ആ പറയുന്ന മീഡിയം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള മീനിങ്സ് കിട്ടും, നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഇൻറ്റർപ്രിട്ടേഷൻസ് നടത്താം. അപ്പോൾ വൈ ആർ യു വറീഡ് അബൌട്ട് ദിസ്? ഇതാണ് ഇവരുടെ റിലയബിൾ വ്യൂ ഓഫ് തിങ്സ് നമുക്ക് കിട്ടും. സോ യു ഡു നോട്ട് ഹാവ് ടു ബി വറീഡ് ദാറ്റ് ഓൺലി ലാംഗ്വേജ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എ പെർഫെക്റ്റ് മീഡിയം ഓഫ് റെഫറൻസ് എന്നാണ് സ്ട്രക്ചറലിസം പറഞ്ഞു വെച്ചത്. അപ്പോൾ പോസ്റ്റ് സ്ട്രക്ചറിസത്തിൻ്റെ എയിം ഓർ പ്രൊജക്റ്റ് എന്താണ്, അവരെന്താണ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ ഫിലോസഫിയിലൂടെ പറയാനുള്ളതെന്ന് പറയട്ടെ. It's much more fundamental, distrusts the very notion of reason. Post-structuralism distrusts the very notion of reason. Reason ഒട്ടൊന്നും ഇല്ല എന്നാണ് ഇവർ ആദ്യമേ പറയുന്നത്. Idea of human being as an independent entity prefers the notion of dissolved or constructed subject. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് അങ്ങനെയൊന്നുമില്ല, ഇൻഡിവിജ്വൽ ഈ കോൺസെപ്റ്റിൻ്റെ എല്ലാം കൺസ്ട്രക്റ്റഡാണ്. എവറിത്തിങ് ഈസ് കൺസ്ട്രക്റ്റഡ്. അതുകൊണ്ടാണ് സ്ട്രക്ചറലിസം പോലെ ഇങ്ങനെ നമ്മളെ ഒരു തരത്തിൽ എന്താണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിലിടുന്ന ചില തിയറീസിനോട് ഇവർ വളരെയധികം ഓപ്പോസിഷൻ കാണിക്കാനുള്ള റീസൺ. അതായത് ഡിസോൾവ് ഓർ കൺസ്ട്രക്ട്. നിങ്ങൾ പറയും സബ്ജക്റ്റ് ഭയങ്കരമാണ്, ഈ സബ്ജക്റ്റ് ആൻഡ് ദി അതർ വെച്ചിട്ടാണല്ലോ ഈ പറയുന്ന കോളനൈസേഷനും ഫീമെയിൽ ബാരിയേഴ്സും അല്ലെങ്കിൽ ഇനീക്വാലിറ്റിയും എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് ഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്ചറിസും അതുപോലത്തെ പവർ ഓറിയൻറ്റഡ് തിയറീസ് പറയുന്നു സബ്ജക്റ്റ് എപ്പോഴും വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. അതറാണ് പ്രശ്നം. സബ്ജക്റ്റ് വലിയ പ്രശ്നമൊന്നുമില്ല. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്, നമ്മൾ സബ്ജക്റ്റായിട്ട് അവിടെ നിന്നാൽ വളരെ സ്റ്റേബിളാണ്. അപ്പോൾ ഇവർ അതിനെയാണ് ഏറ്റവും കൂടുതൽ പൊളിച്ചെഴുതുന്നത്, സെൻറ്റേഴ്സിനെയാണല്ലോ പൊളിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റേഴ്സിലെ ഏറ്റവും മെയിൻ ട്രംപ് കാർഡാണ് ഈ പറയുന്ന സബ്ജക്റ്റായി മാറിയാൽ പിന്നെ ഒന്നും വേണ്ട, പേടിക്കുക വേണ്ട. പിന്നെ നിങ്ങൾ മാർജിനൽസിനെ അങ്ങോട്ടേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും നിങ്ങൾ ഇടിച്ചു താഴ്ത്താനും മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ഈ സബ്ജക്റ്റിന് പോലും ഒരു വാല്യൂ ഇല്ല എന്നാണ് ആര് പറയുന്നത്? അങ്ങനെയാണല്ലോ ഹീറോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഹീറോയിൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ ഇവരെ ചലഞ്ച് ചെയ്തിട്ട് ഇന്ന് പുതിയ അതായത് ഏറ്റവും ബേസ് അങ്ങനെ ഹീറോ എന്ന് പറയുന്ന ഒരാൾ ചെയ്ത എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല.
അല്ലെങ്കിൽ ഹീറോ പിന്നെ അതിൽ ഏറ്റവും പിന്നെ ഡിവാല്യൂഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത കാര്യങ്ങളിൽ പല ശരികളും ഉണ്ടാവാം. അവിടെ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ തമ്മിൽ മാറി. സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്ന വേർഷിപ്പിൻ്റെ കോൺസെപ്റ്റ് ഇതിന് പോസിബിലിറ്റി വരുന്നത് ഈ പറയുന്ന ഡിസോൾവ്ഡ് ഓർ കൺസ്ട്രക്റ്റഡ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ഇവരുടെ ഐഡിയ എന്നാണ്. അതായത് ഹ്യൂമൻ ബീയിങ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൺസ്ട്രക്ഷനിൽ ഇങ്ങനെ കറങ്ങിക്കിടക്കുകയാണെന്നാണ്. ഇൻഡിവിജ്വൽ റിയലി ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഫോഴ്സസ്, നോട്ട് എൻ എസൻസ് അറ്റ് ഓൾ, മിയർലി എ ടിഷ്യൂ ഓഫ് ടെക്സ്ച്വാലിറ്റീസ്. അതാണ് ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെയും ഇമ്പോർട്ടൻസ്. അതായത് ടെക്സ്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാണ്, മീനിങ് ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യലാണ് ഒരു ടെക്സ്റ്റിൻ്റെ. അത് ഇവരെ ആക്സെപ്റ്റ് ചെയ്യുവാണ്. പോസ്റ്റ് സ്ട്രക്ചറലിസം ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ അവർ ചെയ്യുന്നത് എന്താ, ഇൻഡിവിജ്വൽസ് ആർ റിയലി പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഫോഴ്സസ് എന്നാണ്. ദേ ആർ പ്രൊഡക്ട്സ് ഓഫ് സോഷ്യൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഫോഴ്സസ്. അവർക്ക് ഒരിക്കലും എന്തല്ല ഈ പറയുന്ന പിന്നെ എവിടെയും എസെൻസ്, നമ്മൾ എസെൻഷ്യലിസവും എക്സിസ്റ്റൻഷ്യലിസവും ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് എസെൻസ് എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് യു ആർ സംതിങ് ബെറ്റർ, യു ആർ ബോൺ ഇൻ ടു എ ഫാമിലി വിച്ച് ഇസ് ഹൈലി റിച്ച്, ഹെറിറ്റേജ് ഒക്കെ പറയാനുള്ളൊരു ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വളരെ സേഫായി മാറി. So from birth to death you are safe and secure and elite എന്ന് പറയുന്നതാണ് എസെൻഷ്യലിസ്റ്റ് വ്യൂ. ഇവരെല്ലാം തന്നെയാണ് എക്സിസ്റ്റൻഷ്യലിസം. പിന്നീട് ഇതെല്ലാം ഹൈലി കണക്റ്റഡ്. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റാണ്. എവിടെയും മീനിങ്ങിന് സ്റ്റെബിലിറ്റി ഒന്നുമില്ല. ഓരോരുത്തരുടെയും ബേർത്തും ഡെത്തും അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻഡാണ്. അപ്പം ഇതുകൊണ്ടാണ് എല്ലാ ഇൻഡിവിജ്വൽസ് പോലും ടിഷ്യൂ ഓഫ് ടെക്സ്ച്വാലിറ്റി മാത്രമാണ്. നിങ്ങൾ എവിടെയും ഐ ആം ദിസ്, ഐ ആം ദാറ്റ്, അല്ലെ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തും കോൺസെപ്റ്റ് ഇതൊന്നും ഇനിയില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അതിൽ വേറൊരു നല്ല ഒരു മെറ്റഫോറിക്കൽ റെഫറൻസും കൂടി വെച്ചിട്ടാണ് ആ പാർട്ട് ക്ലോസ് ചെയ്യുന്നത്. ദ ടോർച്ച് ഓഫ് സ്കെപ്റ്റിസിസം ബേൺസ് എവേ ദി ഇൻ്റലക്ച്വൽ ഗ്രൗണ്ട് ഓൺ വിച്ച് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ ഈസ് ബിൽറ്റ്. അതായത് ഇവരുടെ ടോർച്ച് ഓഫ് സ്കെപ്റ്റിസിസം, ഇവർ പിടിക്കുന്ന ടോർച്ച് തന്നെ സ്കെപ്റ്റിസിസത്തിൻ്റെ ടോർച്ചാണ്, അതായത് ഡൗട്ടിൻ്റെ ടോർച്ചാണ്. ദാറ്റ് ബേൺസ് അവേ ദ ഇൻ്റലക്ച്വൽ ഗ്രൗണ്ട് ഓൺ വിച്ച് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ ഇസ് ബിൽറ്റ്. എല്ലാം സ്റ്റേബിളാണ്, നമ്മളുടെ ഇക്കണോമി, നമ്മളുടെ കൾച്ചറൽ സ്റ്റെബിലിറ്റി, ഒന്നും പറ്റൂല എന്ന് വിചാരിച്ചു നിന്നൊരു വെസ്റ്റേൺ സിവിലൈസേഷൻ. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ബേൺഡ് അവേ ബൈ ദി ടോർച്ച് ഓഫ് സ്കെപ്റ്റിസിസം on the part of this new theories, modern literary theories like Poststructuralism Deconstruction. ഇതിനെല്ലാം എങ്ങനെ പൊളിച്ചെഴുതി കയ്യിൽ തരും എന്നുള്ളതാണ് ഇവർ പറയും. വിത്ത് ദീസ് 4 ഓഡിയോസ് ആ പറയുന്ന പാർട്ട് മുഴുവനും എൻഡാണ്. അതായത് പോസ്റ്റ്സ്ട്രക്ചറിസം ഡീകൺസ്ട്രക്ഷൻ്റെ മുഴുവനും ആദ്യത്തെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു. അടുത്ത ഓഡിയോ നമ്പർ 5 വരിക പോസ്റ്റ്സ്ട്രക്ചറിസം ലൈഫ് ഓൺ എ ഡീസെൻറ്റേർഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ടൈറ്റിലിൽ നിങ്ങൾ ബിഗിനിങ് തിയറിയിൽ കാണുന്ന ഡിസ്കഷൻസ് ആയിരിക്കും അടുത്തതിൽ പറയാം. ഓക്കെ.